ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC സക്സസ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ കേരള PSC കണ്ടക്ട് ചെയ്ത ഒരു എക്സാമിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ സ്റ്റഡീഡ് വിത്ത് കോൺഫിഡൻസ് ഐ ഡാഷ് ദ എക്സാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വുഡ് ഹാവ് പാസ്ഡ്, ഓപ്ഷൻ ബി വുഡ് ഹാവ് ബീൻ പാസിംഗ്, ഓപ്ഷൻ സി വിൽ പാസ്, ഓപ്ഷൻ ഡി വുഡ് പാസ്. അപ്പോൾ ഇവിടെ ഏതാ കറക്റ്റായിട്ട് വരിക? ഇഫ് ഐ സ്റ്റഡീഡ് വിത്ത് കോൺഫിഡൻസ് ഐ ഡാഷ് ദ എക്സാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വുഡ് പാസ്. എന്താണ് കാരണം? ഇവിടെ നോക്കിക്കേ, ഇഫ് ഐ സ്റ്റഡീഡ്, അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ ഏതാണ് വേണ്ടത്? വുഡ് പ്ലസ് V1. അതായത് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ മെയിൻ ക്ലോസിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? വുഡ് പ്ലസ് V1. ഇവിടെ വുഡ് പ്ലസ് V1 ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, വുഡ് പാസ്. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ദ ടീച്ചർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹാസ് അറൈവ്ഡ്, ഓപ്ഷൻ ബി ഹാവ് അറൈവ്ഡ്, ഓപ്ഷൻ സി ആർ അറൈവിംഗ്, ഓപ്ഷൻ ഡി വേർ അറൈവിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ടീച്ചർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് സബ്ജക്റ്റുകളെ എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ടീച്ചർ എന്ന സബ്ജക്റ്റിനെയും സ്റ്റുഡൻസ് എന്ന സബ്ജക്റ്റിനെയും എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റ് നോക്കാം. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബാണ് വേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബാണ് വേണ്ടത്. അപ്പോൾ ഈ റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ദ ടീച്ചർ എന്നുള്ളത് സിംഗുലർ അല്ലേ? അപ്പോൾ സിംഗുലർ വരുന്നത് ഏതാണ് ഈ ഓപ്ഷൻസിൽ? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഹാസ് അറൈവ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ദിസ് പേപ്പർ ഈസ് ഇൻഫീരിയർ ഡാഷ് ദാറ്റ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദാൻ, ഓപ്ഷൻ ബി ബൈ, ഓപ്ഷൻ സി ടു, ഓപ്ഷൻ ഡി ഫോർ. അപ്പോൾ പ്രപ്പോസിഷൻസ് എന്ന ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇവിടെ നോക്കൂ, ഇൻഫീരിയർ എന്ന് കഴിഞ്ഞിട്ടുള്ള വാക്ക് കഴിഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, സീനിയർ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പ്രപ്പോസിഷൻ ഏതായിരിക്കും? ടു ആണ്. അതായത് ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ജൂനിയർ ടു, സീനിയർ ടു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ടു. ദിസ് പേപ്പർ ഈസ് ഇൻഫീരിയർ ടു ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ലെറ്റ്സ് ബിഗിൻ ദ വർക്ക് ഡാഷ് ആഡ് എ സ്യൂട്ടബിൾ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് നോക്കാം. ഷുഡ് വി, ഓപ്ഷൻ ബി ഷുഡ് ഇൻ വി, ഓപ്ഷൻ സി ഷാൽ വി, ഓപ്ഷൻ ഡി ക്യാൻ വി. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ ദ വർക്ക് കഴിഞ്ഞിട്ട് ഏത് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരുന്നത് ഷാൾ വി ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിലൊക്കെ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് എന്തായിരിക്കും? ഷാൽ വി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഷാൽ വി. Question number 5. Select the correct passive voice out of the 4 suggested alternatives for the following sentence. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിന് കറക്റ്റ് ആയിട്ടുള്ള പാസീവ് വോയിസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം. ദ ബോയ്സ് വേർ വാച്ചിങ് ഫുട്ബോൾ മാച്ച്. അതാണ് തന്നിട്ടുള്ള സെൻറ്റൻസ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫുട്ബോൾ മാച്ച് ഹാസ് ബീൻ വാച്ച്ഡ് ബൈ ദ ബോയ്സ്, ഓപ്ഷൻ ബി ഫുട്ബോൾ മാച്ച് ഹാഡ് ബീൻ വാച്ച്ഡ് ബൈ ദ ബോയ്സ്, ഓപ്ഷൻ സി ഫുട്ബോൾ മാച്ച് വാസ് വാച്ച്ഡ് ബൈ ദ ബോയ്സ്, ഓപ്ഷൻ ഡി ഫുട്ബോൾ മാച്ച് വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ദ ബോയ്സ്. അപ്പോൾ തന്നിട്ടുള്ള സെൻറ്റൻസ് ഏത് ഫോമിലാണ്? ദ ബോയ്സ് വേർ വാച്ചിങ് ഫുട്ബോൾ മാച്ച്. അപ്പോൾ ഇത് ഏത് ടെൻസിൽ വരുന്നതാ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നതാണ് ദ ബോയ്സ് വേർ വാച്ചിങ് ഫുട്ബോൾ മാച്ച്. ഇനി അതിന് കറക്റ്റായിട്ടുള്ള പാസീവ് വോയിസ് നമ്മൾ കണ്ടുപിടിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിനെ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഫുട്ബോൾ മാച്ചാണ് ഒബ്ജക്റ്റ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസിലും ഫുട്ബോൾ മാച്ച് തന്നെയാണ് ആദ്യം വന്നിട്ടുള്ളത്. അതിനുശേഷം വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ വാസ് ഓർ വേർ വന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരേണ്ടത് ഏതാണ്? ബീയിങ് ആണ് വേണ്ടത്. അപ്പോൾ ബീയിങ് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒന്നും കൂടി പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് എടുക്കുക. അതിനുശേഷം വാസ് ഓർ വേർ വേണം, അതിനുശേഷം ബീയിങ് വേണം, എന്നിട്ട് ഒബ്ജക്റ്റ് എഴുതാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഫുട്ബോൾ മാച്ച് വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ദ ബോയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. എ ഡാഷ് ഓഫ് ലയൺസ് ലിവ്ഡ് ഇൻ ദ ജംഗിൾ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൈഡ്, ഓപ്ഷൻ ബി ലിറ്റർ, ഓപ്ഷൻ സി ഫ്ലോക്ക്, ഓപ്ഷൻ ഡി ഗാഗിൾ.
അപ്പോൾ എ ഡാഷ് ഓഫ് ലയൺസ് ലിവ്ഡ് ഇൻ ദി ജംഗിൾ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? എ പ്രൈഡ് ഓഫ് ലയൺസ് ആണ്. ഓപ്ഷൻ എ പ്രൈഡ് ആണ് കറക്റ്റ് ആൻസർ. സിംഹങ്ങളുടെ കൂട്ടത്തിനാണ് പ്രൈഡ് എന്ന് പറയുക. എ പ്രൈഡ് ഓഫ് ലയൺസ് ലിവ്ഡ് ഇൻ ദ ജംഗിൾ. ക്വസ്റ്റ്യൻ നമ്പർ 7. ചൂസ് ദ കറക്റ്റ് ആൻറ്റോണിം ഫോർ ദ വേർഡ് കൺസീൽ. അതായത് കൺസീൽ എന്ന വേർഡിൻ്റെ ആൻറ്റോണിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റിലീവ്, ഓപ്ഷൻ ബി റിസീവ്, ഓപ്ഷൻ സി റിവീൽ, ഓപ്ഷൻ ഡി റിവേർ. അപ്പോൾ ഇവിടെ കൺസീൽ എന്ന വേർഡിൻ്റെ മീനിങ് അറിയണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആൻറ്റോണിം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കൺസീലിൻ്റെ അർത്ഥം എന്താണ്? ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? വെളിപ്പെടുത്തുക. അപ്പോൾ കൺസീലിൻ്റെ ആൻറ്റോണിം ആയിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ സി റിവീലാണ്. കൺസീലിൻ്റെ ആൻറ്റോണിം എന്താണ്? റിവീൽ. കൺസീൽ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുക, റിവീൽ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇൻ്റലിജൻസ് എന്ന വേർഡാണ്. ഇൻ്റലിജൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് വരുന്നത്? ഇതിൽ കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇൻ്റലിജൻസ് INTELLIGENCE. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഇൻ്റലിജൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. സെലക്ട് ദ സ്യൂട്ടബിൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ an ability to stay calm in difficult situations. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ. an ability to stay calm in difficult situations എന്നുള്ളതിന് വൺ വേർഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെൻസിറ്റീവ്, ഓപ്ഷൻ ബി സാങ്ക്ഫ്രോയിഡ്, ഓപ്ഷൻ സി സാങ്ക്ടിറ്റി, ഓപ്ഷൻ ഡി സർഡോണിക്. അപ്പോൾ an ability to stay calm in difficult situations എന്നുള്ളതിൻ്റെ വൺ വേർഡ് ഓപ്ഷൻ ബി സാങ്ക്ഫ്രോയിഡ് ആണ്. ഓപ്ഷൻ ബി സാങ്ക്ഫ്രോയിഡ് and ability to stay calm in difficult situations. Question number 10. Her marriage has been dash till next year. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പുട്ട് ഓൺ, ഓപ്ഷൻ ബി പുട്ട് ഓഫ്, ഓപ്ഷൻ സി പുട്ട് ഔട്ട്, ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത്. ഫ്രേസൽ വെർബ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കെടുത്തുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ തീ കെടുത്തുക. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഒന്നും കൂടി പറയാം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ തീ കെടുത്തുക. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ? കല്യാണം അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചു. അപ്പോൾ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ കറക്റ്റ് ഏതാ വരിക? ഓപ്ഷൻ ബി പുട്ട് ഓഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹെർ മാരേജ് ഹാസ് ബീൻ പുട്ട് ഓഫ് ടിൽ നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.